ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു ചെറിയ ട്രിപ്പിലാണ് കേട്ടോ ഗെയ്സ്. നമ്മളിന്നൊരു കാട്ടിലൂടെ നടക്കാൻ പോവാണ്. കണ്ടോ, അർജുൻ, നിരഞ്ജും രതീഷേട്ടനൊക്കെ ഉണ്ട്. 4 പേരുണ്ട്. ഞങ്ങൾ 4 പേരും കൂടെ ലീവൊക്കെയാണ്. അപ്പോൾ ഇന്നൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. ഒരു വെറൈറ്റി ട്രിപ്പാണ് കേട്ടോ ഗെയ്സ്. നമ്മളൊരു കാട്ടിലൂടെ ഒരു 4 കിലോമീറ്റർ നടക്കാൻ പോവുകയാണ്. 4 കിലോമീറ്റർ നടന്ന് എവിടെ എത്തും നോക്കാം കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണണേ. നടന്ന് കാട്ടിലൂടെ നടന്ന് എവിടെ എത്തുന്നു നമുക്കൊന്ന് നോക്കാം. നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയാം കേട്ടോ ഗെയ്സ്. പാലക്കാടാണ്. പാലക്കാട് നഗരത്തിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയി ഒരു ധോണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുള്ളത്. അവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മനോഹരമായിട്ടുള്ള കാടാണ്. ശരിക്കും അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ പേടിയോ അല്ലെങ്കിൽ അതിൻ്റെ ആ കാടിൻ്റെ ഒരു ഭംഗിയോ എന്തൊക്കെയോ ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ആ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ ഒരാൾക്ക് 120 രൂപയാണ് കേട്ടോ ഫീസ് കേസ്. 120 രൂപ ഒരാൾക്ക്. നമ്മളെ കൂടെ 2 ഗൈഡും ഉണ്ട് കേട്ടോ. നമ്മൾ ഗൈഡില്ലാതെ ഒന്നും നമുക്ക് അതിലേക്ക് പോകാൻ പറ്റില്ല. കാരണം അത്രയും അത്യാവശ്യം നല്ല ഭീകരമായ കാട് തന്നെയാണ്. പോകുമ്പോൾ തന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ ഞങ്ങളെടുത്ത് പറഞ്ഞു കേട്ടോ, അവിടെ കടുവയും പുലിയും ഒക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ നന്നായി ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മനസ്സിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും വേണ്ടില്ല, എന്നും ഞങ്ങൾ ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഫാൻറ്റസി പാർക്കിലും അങ്ങനെയൊക്കെ കുട്ടികൾക്ക് വെള്ളത്തിലൊക്കെ കളിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോവാറ്. പക്ഷേ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുകയായിട്ട് ഗൈസ്. 4 കിലോമീറ്റർ നടക്കണം കേട്ടോ. പക്ഷേ 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നടന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 6-7 കിലോമീറ്ററൊക്കെ നടന്നിട്ടുണ്ടാവും. നടന്ന് കിതച്ചു വിട്ടോ മക്കളെ. അപ്പോൾ ചെറിയ ആളുണ്ട് കേട്ടോ, ചെറിയ ആൾ അർജുൻ. അവന് വയ്യാതായി, അവനെ എടുക്കാനൊക്കെ കുറച്ച് തുടങ്ങി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളിലേക്ക്. നടന്ന് എവിടെ എത്തുമെന്ന് നോക്കാമല്ലോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി ഏകദേശം 2 കിലോമീറ്റർ എത്തിയപ്പോഴേക്കും എല്ലാവർക്കും ഏകദേശം വയ്യാതായിട്ടോ. ഞങ്ങളുടെ കൂടെ കുറച്ച് വേറെയും കുറച്ച് ആൾക്കാരും കൂടെ ഒക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാണ്. അവിടെ എത്തിയപ്പോഴേക്കും കുറച്ചുണ്ട് ഉള്ളിലേക്ക് കയറിയപ്പോഴേക്കും ഫോണിൽ റേഞ്ചൊക്കെ പോയി കേട്ടോ. ആർക്കും വിളിച്ചാൽ കിട്ടാതൊക്കെ ആയി. പിന്നെ എന്തായാലും വേണ്ടില്ല, നടക്കന്നെ അവസാനം വരെ എന്താന്ന് നോക്കാമല്ലോ. അപ്പോൾ പാലക്കാട് ജില്ലയിൽ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ഉണ്ടെന്നൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ച് നെറ്റിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടത്. എന്നാ പോയിട്ട് തന്നെ കാര്യമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പേരുണ്ട്, മക്കളും കൂടെ കുറച്ചധികം പേരുണ്ട്. എല്ലാവരും കൂടിയിട്ട് നടക്കണം. ഒറ്റയ്ക്ക് നടക്കാനൊക്കെ അവിടെ പേടിയാണ് കേട്ടോ. ആനയും കടുവയും മാനും എല്ലാം ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളാരെയും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. പിന്നെ കണ്ടോ, കുറേ പാറകളൊക്കെ കണ്ടോ. ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പാറകൾ. പിന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വേറൊരു വൈബാണ് നമുക്ക്. പ്രകൃതിയെ സ്നേഹിക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. നമ്മൾ ഈ പച്ചപ്പും ഒരുപാട് മരങ്ങളും അതൊരു രസം തന്നെയാണ്. അതിൽ കൂടെ പോവുക. നമ്മൾ ഈ സിറ്റിയിലും ടൗണിലൊക്കെ ജീവിച്ചിട്ട് ഇങ്ങനെ ഉള്ളേരിയയിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അവസാനം നമ്മൾ എത്തിയിട്ട ഗൈസ്, നമ്മളെത്തി. ഇതാണ് നമ്മുടെ എൻഡ് പോയിന്റ്. 4 കിലോമീറ്റർ എന്നല്ല കേട്ടോ ഗൈസ്, 6 കിലോമീറ്ററോളം നടന്ന് നമ്മൾ എത്തിയ സ്ഥലം എവിടെയാണെന്നറിയോ? ഇതാണ് ഗൈസ്, ധോണി വെള്ളച്ചാട്ടം. ഒരു വേറെ വൈബാട്ടോ ഗൈസ്, അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. ഇത്രയും കിലോമീറ്റർ നടന്ന് വയ്യാതായാലും കാണാൻ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് പോരാൻ തോന്നില്ല, അത്രയും നല്ല സ്ഥലമാണ് കേട്ടോ ഗൈസ്. ഇനി ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പൊക്കോളൂ കേട്ടോ. കണ്ടോ എന്ത് രസമാണെന്നറിയോ വെള്ളച്ചാട്ടം. ഞങ്ങൾക്ക് എനിക്ക് ചാടി കുളിക്കാനൊക്കെ തോന്നി. പക്ഷേ അവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസാണ്, വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ള അങ്ങനെയൊക്കെയാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ പുറത്തു നിന്നിട്ടൊക്കെ കണ്ടു. പിന്നെ കുറച്ചും കൂടെ മേലേക്ക് കയറിയപ്പോഴേക്കും അതിൻ്റെ ആ ഒരു ടോപ്പായിരുന്നു. ആ ടോപ്പ് ഏരിയയിൽ ഞങ്ങൾ കുറച്ചൊക്കെ കളിച്ചു കേട്ടോ. കുറച്ചൊക്കെ നടന്ന് കളിച്ചു. എന്ത് രസമാണെന്നറിയോ. ശരിക്കും പറഞ്ഞാൽ അത്രയും ദൂരം നടന്ന ക്ഷീണമൊക്കെ അവിടെ പോയപ്പോൾ മാറിയിട്ടോ. നമ്മൾ ആ വെള്ളത്തിലൊക്കെ ഒന്ന് കാല് തൊടുമ്പോണ്ടല്ലോ എന്ത് തണവാണെന്നറിയോ. ശരിക്കും വേറൊരു അനുഭവമാണ് കേട്ടോ ഗൈസ്. കാണാത്തവരൊക്കെ പ്രകൃതിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് അവിടെ പോയപ്പോഴാണ് ശരിക്കും മനസ്സിലായത്.
ഞങ്ങൾ കുറച്ചേരൊക്കെ വെള്ളത്തിലൊക്കെ കിടന്ന് നീരാടി കണ്ടോ. ഞാൻ അവിടെയൊക്കെ നടന്നു. പക്ഷേ ഈ അതിൽ കൂടെ നടക്കുമ്പോഴൊക്കെ കല്ലിലൊക്കെ വഴുക്കണ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ആ കല്ലിലൊക്കെ ഇങ്ങനെ വഴുക്കണ പോലെയൊക്കെ ഉണ്ടാവും. കാലൊക്കെ ഭയങ്കര തണവാട്ടോ, വെള്ളം ഭയങ്കര തണവാണ്, ഫ്രഷ് വാട്ടറാണല്ലോ. അപ്പോൾ നല്ല തണവാണ്. പക്ഷെ നല്ല കുറേ പേരൊക്കെ ഉണ്ട്. പിന്നെ മീനൊക്കെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ചവിട്ടി കഴിഞ്ഞാണ്ടല്ലോ ശരിക്കും നമ്മൾ പോകും. അവിടെയൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ ഒറ്റ പോക്ക പോകും, വഴുതി നമ്മൾ ശരിക്കും പോകും. പിന്നെ ഞാൻ കുറേ നേരം വെള്ളത്തിൽ കാലും ഇട്ടിട്ടിരുന്നു. നല്ല തണവാണ്, നല്ല രസം, നല്ല കുറേ കിളികളുടെ സൗണ്ടും അങ്ങനെ കാടിൻ്റെ ആ ഒരു ഭംഗിയും വെള്ളച്ചാട്ടം ശരിക്കും ആസ്വദിച്ചിട്ട് കേസ്, ശരിക്കും ഈ ട്രിപ്പ് ആസ്വദിച്ചു. ഇനിയും ഇനിയും പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്തായാലും എല്ലാവരും പൊക്കോളൂ കേട്ടോ. ഇനി എന്തായാലും തിരിച്ചു പോകാം. കുറേ നേരം 1 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. തിരിച്ചു വരാനേ തോന്നുന്നില്ല. പിന്നെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. പക്ഷെ പോയ തിരക്കൊന്നും, പോയ ആ ക്ഷീണമൊന്നും തിരിച്ചു വരുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. പോകുമ്പോൾ നല്ല കയറ്റമായിരുന്നു, നല്ല ഹൈറ്റിലേക്കുള്ള കയറ്റമായിരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോഴേക്കും നല്ല ഇറക്കമായതുകൊണ്ട് മുകളിൽ നിന്ന് ഒരു പിടുത്തണ്ട് പിടിക്കുമ്പോഴേക്കും ഒറ്റയടിക്ക് താഴേക്ക് എത്തണ പോലത്തെ അവസ്ഥയായിരുന്നു. പോയ ക്ഷീണമൊന്നും താഴേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് നടന്നെത്തി. ഞങ്ങൾ സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു 3 പേര് നടക്കുന്നുണ്ട്. തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങൾ ഓരോ ഫാമിലി ആയിട്ടോ. എല്ലാവരും ചിലരൊക്കെ വേഗം പോകുന്നു, ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. പിന്നെ പോണ പോലെയല്ല, പോകുമ്പോൾ നമ്മൾ കയറ്റല്ലേ, അപ്പോൾ പതുക്കെ നടക്കാൻ പറ്റുള്ളൂ. പക്ഷെ തിരിച്ചു വരുമ്പോഴേക്കും ഇറക്കമായതുകൊണ്ട് നല്ല സ്പീഡിൽ തന്നെ ഇറങ്ങി വന്നു കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്തായാലും എല്ലാവരും പോകണം. എന്തായാലും ആ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, ബായ്.